ADGP എം ആർ അജിത് കുമാർ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അത് കുറച്ച് ഡിലേഡ് ആവുന്നുണ്ട്. കോഴിക്കോട് എന്തായാലും പോകേണ്ട ഹെലികോപ്റ്റർ ലിഫ്റ്റായി വന്നിട്ടുണ്ട്, ഇവിടെ ലാൻഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാലാവസ്ഥകൾ നോക്കിയിട്ടായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക. ഈ കോഴിക്കോട് നിന്ന് വരുന്ന ഹെലികോപ്റ്റർ വരുന്നത് അതെ, നേവിയിലാണോ അതോ എയർഫോഴ്സ് ആണോ? നമ്മുടെ അല്ല, നേവി. ഇപ്പോൾ നിലവിൽ അവിടെ എത്ര മണിക്കൂർ പരിശോധിക്കണം, അങ്ങനെ ഒരു ടൈം ഷെഡ്യൂൾ? ഇല്ല, ഇതിനകത്ത് സ്കെഡ്യൂളൊന്നുമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ നമ്മൾ എത്തിപ്പറ്റി ബോഡി കണ്ടതും എന്നാൽ നമുക്ക് ലാൻഡ് വഴി ആക്സസ് ചെയ്യാൻ പറ്റാത്ത കുറേ ഏരിയാസ് ഫോറസ്റ്റാണ്. ആ ഏരിയക്കകത്ത് എത്തുക എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് പോകുന്ന ആൾക്കാർ സ്റ്റാൻഡായി പോകണം. അതിൽ ഏരിയയ്ക്ക് ഇനിയിപ്പം ലോക്കൽ വോളണ്ടിയേഴ്സ് ആക്സസ് കാണുന്നില്ല. ഇപ്പോൾ ഇത് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, കമാൻഡോസും SOGയിലെ കമാൻഡോസാണ് പോകുന്നത്, രണ്ടും കമാൻഡോസാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ പോകണം. അവർക്കത് അറിയാം എങ്ങനെ ചെയ്യുന്നുള്ളൂ. അവർ പോയി എയർ ഡ്രോപ്പ് ഇറങ്ങിയിട്ട് ആ പറ്റാവുന്ന ഏരിയ സെർച്ച് ചെയ്യാന്നുള്ളതാണ്. ബോഡി കിട്ടുകയാണെങ്കിൽ നമ്മൾ എയർ ലിഫ്റ്റിൽ കൊണ്ടുപോകും. ഏറ്റവും ഒരു സങ്കീർണമായ അല്ലെങ്കിൽ വലിയ കാഠിന്യം നിറഞ്ഞൊരു സിറ്റുവേഷനാണോ ഇത്? ഇല്ല, റെസ്ക്യൂ ഓപ്പറേഷൻ മൊത്തം ടഫാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിനകത്തൊരു ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇൻഅക്സസിബിൾ ആയിട്ട് ഏരിയയ്ക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ഫോഴ്സിനെ അയക്കാന്ന് ഇപ്പോൾ ചെയ്യുന്നത്. ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് ഈ ടെറൈനെ കുറിച്ച് ധാരണ? തീർച്ചയായും ഫോറസ്റ്റുകാർ നമ്മൾ ഗൈഡായിട്ട് ഉപയോഗിക്കുകയാണ്. 2 പേരെ എടുത്തിട്ടുള്ളൂ. 2 പേരെ ഫോറസ്റ്റ് ആൾക്കാർ ഗൈഡായിട്ട് എടുക്കുകയാണ്. അവർക്ക് പറ്റിയത് ഓപ്പറേഷൻ അറിയില്ല, ഗൈഡായിട്ട് എടുത്തിട്ട് ഓപ്പറേഷൻ പോകുന്ന ടീംസ് എല്ലാം വെൽ ട്രെയിൻഡ് ആണ്. അവർ ഇതുമായിട്ട് എക്സ്പോസ്ഡ് ആണ്. അവർ നേരത്തെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് ഏരിയ, എസ്പെഷ്യലി കേരളത്തിലെ SOGക്കാർക്ക് ആ ഏരിയ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ എത്ര മണിക്കൂറാണ് റെസ്ക്യൂ ഓപ്പറേഷൻ? വൈകുന്നേരം? അല്ല, അങ്ങനെ മണിക്കൂർ എന്നുള്ളതല്ല, പരമാവധി ഇനി 3-4 ദിവസത്തേക്ക് ഇങ്ങനെ ചെയ്യാൻ നോക്കുന്നത്. നേരത്തെ അവിടെ രക്ഷാദൗത്യത്തിന് പോയിരുന്ന സന്നദ്ധ പ്രവർത്തകർ, അവിടെ കുടുങ്ങിപ്പോയിരുന്ന ആളുകളൊക്കെ പറഞ്ഞിരുന്നത് അവിടെ അതിനകത്ത് മൃതദേഹങ്ങളും അതിന് ശരീരഭാഗങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഓപ്പറേഷൻ ഓരോ സ്ഥലത്ത് നിന്ന് പിക്ക് ചെയ്യണം. അതല്ലെങ്കിൽ എല്ലാം ഒരുമിച്ച് അങ്ങനെ ലഭിച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് പിന്നീട് എയർ ലിഫ്റ്റ് ചെയ്യാനുള്ള സംവിധാനമാണ്. ഇന്നലെ പോയ സ്ഥലത്ത് നിന്നാണ് നമുക്ക് ഒരു ബോഡിയും കിട്ടി. രണ്ടാമത്തെ ബോഡി കിട്ടി. പക്ഷേ രണ്ടാമത്തെ ബോഡി നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റില്ല, പാറയുടെ ഇടയിലാണ്. അതുകൊണ്ട് അതിൻ്റെ ബോഡിയുടെ പാർട്ട് മാത്രം സാമ്പിൾ എടുത്ത് നമ്മൾ ആ ബോഡി അവിടെ ക്രിമേറ്റ് ചെയ്തു. ആ ഭാഗത്ത് ഒരുപക്ഷെ കൂടുതൽ ബോഡി കാണാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ആ ബോഡി ആ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇത് ഇന്നത്തെ ഒരു ദിവസത്തെ മാത്രമാണോ അല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ? അല്ല, ഇന്നലെ അങ്ങനെയല്ല. ഇത് നമ്മൾ ഇന്ന് മുതൽ ഈ ഒരു ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ നേരത്തെ ഇന്നലെയും പറഞ്ഞിരുന്നു. അത് ഇനിയും നമ്മുടെ ഏരിയ ഓഫ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഈ റിവർ സൈഡും വാലി സൈഡുമാണ്. അവിടെയും കൂടെ മാക്സിമം നമുക്ക് പറ്റാവുന്ന ആ ഭാഗത്തുള്ള എല്ലാ ഏരിയയും സ്കാൻ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ നോക്കുന്നത്. അല്ല, അതിപ്പം നിങ്ങൾക്കറിയാം, ക്ലൈമറ്റ് മോശമാണ്. അത് ലാൻഡ് ചെയ്തതിന് ശേഷം ആ ക്ലൈമറ്റിനോട് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. താങ്ക് യു.